പക്ഷേ നീ എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒരൈറ്റം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 2 അടിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ ആക്കാം. നീ വന്നേ, ചേട്ടൻ ചോദിക്കട്ടെ. ഒരെണ്ണ പിള്ളേർക്ക് കൊടുക്കടാ, കുറച്ച് ദിവസം കൊടുത്താൽ മതിട്ടാ. ഈത്തപ്പഴം കള്ളിട്ട് മാറ്റിയതാ, സാധനം കഞ്ചാവ് പിടിച്ച പോലെ കയറും. നോക്കിട്ട് കൊടുത്തോളാം. ഒരു പീസ് എടുത്ത് സാധനം അതൊന്നല്ലടാ, സംഭവം പൊളിച്ചിട്ടാ ഐറ്റം മലമ്പാമ്പിന്റെ ഇറച്ചിയ. വേണ്ട കേട്ടോ. എന്തായാലും സംഭവം എങ്ങനെ പിടിക്കണ്ട പിന്നേട്ടാ? വെടി വെച്ചിട്ടാ? വെടിയൊക്കെ കാട്ടുപോത്തിന് മാത്രം അല്ല പിന്നേട്ടാ. അല്ല, ഇത് സംഭവം വഴി കിടക്കാണ് അതിരപ്പള്ളിന്ന് വന്ന വഴിക്ക് പെല്ലേട്ടാ. അപ്പൊ തന്നെ ഒരു പച്ചക്കറി എടുത്ത് കൊടുക്കട്ടെ, ഒരു വലി സാധനം. അതൊന്നും പറയണ്ട പിള്ളേരോട്. ഗ്ലാസ് കുടിച്ചേ അവരോട് അടി അടിക്കറ. അവന്മാരെ ചേറ്റിങ്ങിൽ വേറുണ്ടാവും, ടീംസിന് കാണിച്ചു തരും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ടാവും. നിങ്ങളെ നൈസായിട്ട് സ്കൂട്ടാക്കി തരും. ഓക്കെ, അപ്പൊ പണി കഴിഞ്ഞിട്ട് കാണാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒക്ടോബറിലത് നീ വണ്ടി എടുക്കടാ. അല്ല പിന്നേട്ടാ, ഏതാ ടീമുകള്? ടീമാ? ഏതോ ടീമുകൾ സ്കൂട്ടി കഴിക്കാൻ പറ്റി പറഞ്ഞില്ലേ? ഇതൊരു ഓളത്തിന് പറഞ്ഞല്ലടാ ടീം. ഒന്ന് പോയായിരുന്നു. ബെന്നിച്ചാന്റെ ടൈം അല്ലടാ. ഡെയിലി മലമ്പാമ്പിന്റെ ഇറച്ചിയും കാട്ടുപോത്തിന്റെ ഇറച്ചിയും ഒക്കെ കൂട്ടി ചാരടിച്ചിരിക്ക. എന്തിട്ട് ലൈഫാടോ. കാടൻ ബെന്നി എന്ന് പറഞ്ഞ ആരാന്ന് വിചാരം? ബെന്നിച്ചാണ്ട് ഫുൾ ഇന്റർനാഷണൽ കണക്ഷൻസാ. ദേ അടുത്ത ടീംസും ഉണ്ട്. ഇനിയിപ്പോ എന്തിട്ടാണാവോ? പുലിയിറച്ചി ആയിരിക്കോ? ബെന്നിച്ചേട്ടാ. ആരാടാ? എന്താടാ? ബെന്നിയ? ഈ കാടൻ ബെന്നിച്ചേട്ടൻ. ഞാൻ തന്നെ. എന്താ? അതെ, സ്കൂളിൽ സയൻസ് എക്സിബിഷൻ വെച്ചിട്ട് മലമ്പാമ്പിനെ അടിച്ചോണ്ട് വന്നിട്ട് നീ ഒക്കെ എന്നാടാ ചെയ്തേ? ആ സാധനം കറി വെച്ച് തിന്നു, സാധനം തീർന്നു.